ഇന്ന് ഞാനൊരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പതിവ് പോലെ ഇന്നും ഞാൻ 6:30 തന്നെയാണ് എണീച്ചത്. അപ്പം ഇന്ന് എനിക്ക് അവധി ദിവസമൊന്നുമല്ല, ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണ്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വേഗം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ, അലക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്, അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ നടന്നിട്ടാണ് പോവേണ്ടത്. ഇന്ന് തന്നെ കൊണ്ടാക്കി തരാൻ ഏട്ടനില്ല കേട്ടോ. ഏട്ടൻ ഇന്ന് നേരത്തെ പോയിനേനു, അല്ലെങ്കിൽ ഏട്ടൻ പോകുന്ന വഴിക്ക് തന്നെ അവിടെ ആക്കിത്തരത്തേനും പതിവ്. അപ്പം ഇന്ന് അലക്കാനെല്ലാം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. വേഗം തന്നെ ഞാൻ അതെല്ലാം അലക്കിയിടുന്നുണ്ട് രാവിലെ തന്നെ. അപ്പം എൻ്റെ സൗണ്ട് കേട്ടിട്ട് വിചാരിക്കണ്ട കേട്ടോ, എനിക്ക് ചെറുതായിട്ടൊരു പനി വരുന്നത് പോലെയുണ്ട്. അതാണ് ഞാൻ മെല്ലനെ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ നല്ല സൗണ്ടിൽ വീഡിയോസ് ചെയ്യലുണ്ട്, ഓൺ വോയിസ് ചെയ്യലുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം ഞാൻ ചെറിയ സൗണ്ട് എടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ അലക്കെല്ലാം കഴിഞ്ഞ് കേട്ടോ, കുറച്ചൊരു സമാധാനമായി. ഇനി വേഗം ഒന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ വേഗം കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് റെഡി ആവണം കേട്ടോ എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടേനു, ഡെയിലി നിങ്ങളെ വീട്ടിൽ ദോശയാന്ന് തോന്നുന്നു. ഇന്ന് എൻ്റെ വീട്ടിൽ പുട്ടാന്നാക്കിയത്. ദോശയാക്കുന്ന ദിവസമാണ് ഞാൻ മോർണിംഗ് വീഡിയോസ് അധികം ചെയ്യൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദോശ മാത്രം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് പുട്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ വെറൈറ്റി ആയില്ലേ. അപ്പം ഞാൻ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ടിഫിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് ബാഗിലേക്ക് വെക്കുന്നുണ്ട്. മഴ വരുമോ എന്നറിയില്ല, അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി കുടയും ബാഗിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനൊരു ചന്ദനവും കൂടിയേ വെക്കണ്ടുള്ളൂ. അപ്പം ഞാൻ നോക്കുന്നിടത്ത് കണ്ണാടിയൊന്നുമില്ല, ആ ഷോക്കേസിൻ്റെ ചില്ലിൽ നോക്കിയിട്ടാണ് ഞാൻ തൊട്ടത്. അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് പോലെ മഹാദേവ കാത്ത് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.